A big change is headed our way in the way we watch movies. At the end of the year, Hollywood's going digital. It's a move that will cost theaters an average of $70,000 a screen. Many of the major film companies are now switching over to these digital projectors. I know that what they'll miss is they'll miss the sound of the projectors. They'll miss all of that. It has some really fond memories for people. ഗ്രിഫിത്തിന്റെ ബർത്ത് ഓഫ് നേഷൻ മുതൽ ലോക സിനിമ ഫിലിം പ്രൊജക്ടറിൽ പ്രദർശിപ്പിച്ചു തുടങ്ങി. 1913 രാജാ ഹരിശ്ചന്ദ്ര എന്ന സിനിമയിലൂടെ ഇന്ത്യയും സിനിമയിലേക്ക് ചുവടുവെച്ചു. ഞാനൊരു 4 വയസ്സുള്ളപ്പോൾ ഒരു മയിലാടുകുന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോഴാണ് ഇതിനുള്ള ക്രൈസ് ആരംഭിച്ചത്. അത് മറ്റേ ആനപ്പറ ഊക്കൻസ് എന്നൊരു തിയേറ്ററായിരുന്നു, ഓല തിയേറ്ററായിരുന്നു. തൃശൂർക്കാരൻ യേശുദാസിനെ പോലെയുള്ളവർ ഇന്നും അത് കാത്തു സൂക്ഷിച്ചിരുന്നതിനാൽ നമുക്കത് കാണാൻ കഴിയുന്നു. പിന്നീട് ഞാൻ അത് വലുതായപ്പോൾ ആ ആളെ കണ്ടു സംസാരിച്ച് ആ പ്രൊജക്ട് ഓപ്പറേറ്ററെ കണ്ടു പരിശ്രമിച്ച് ഒരു 8ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഒരു തിയേറ്ററിലേക്ക് കുണ്ടുകാട് അഭിലാഷ് എന്നൊരു ഓല തിയേറ്ററാണ്, നമുക്ക് ഓല തിയേറ്ററുള്ളത്. അവിടെ കയറി പറ്റി. പിന്നെ അവിടെ നിന്ന് തൊട്ട് അവിടെ ഓപ്പറേറ്റിംഗ് പഠിച്ചു, പിന്നെ റിപ്പയറിങ് പഠിച്ചു. പിന്നെ അവിടെ വരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർമാർ അവരുടെ കൂടെ നിന്ന് മെക്കാനിക്കൽ പ്രൊജക്റ്റ് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളത് പഠിച്ചു. സിനിമയിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കത്രിക ഉപയോഗിച്ച് ഫിലിമിൽ നിന്നും മുറിച്ചു മാറ്റിയിരുന്നു. അങ്ങനെയാണ് ആ കാലത്ത് സിനിമ എഡിറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഡിജിറ്റലിൻ്റെ കടന്നുവരവ് എഡിറ്റിംഗ് എളുപ്പമാക്കി. എഡിറ്റിംഗ് പല പടങ്ങൾ വരുമ്പോൾ നമ്മൾ രാത്രി സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്യും. നിശ്ചലമായ 24 ഫ്രെയിമുകൾ ഒരു സെക്കൻഡ് കൊണ്ട് മാറി വരുമ്പോഴാണ് ചലിക്കുന്നതായി കാഴ്ചക്കാർക്ക് അനുഭവപ്പെടുന്നത്. ചലിക്കുന്ന ഫോട്ടോഗ്രാഫിയുടെ ആദ്യകാല രീതിയായിരുന്നു മേബ്രിഡ്ജിൻ്റെ ദ ഹോഴ്സ് ഇൻ മോഷൻ. 1878 മേബ്രിഡ്ജ് ഫോട്ടോഗ്രാഫുകൾ ചിത്രീകരിച്ചു. ലോക്കോമോഷന്റെ പുനർപഠനത്തിനായും ചലനചിത്രങ്ങളുടെ വികസനത്തിനായും ഇത് പ്രധാന ചുവടുവയ്പായി മാറി. ഫിലിം പ്രൊജക്ടറിൽ 2 റീലുകൾ കാണാം, കൂടാതെ ഒരു പ്രകാശമാധ്യമം, മുന്നിലായി ലെൻസ്, ഫിലിമിനെ നിവർത്തി പ്രകാശത്തിന് മുന്നിലൂടെ കടത്തിവിടാൻ ഒരു ഗേറ്റ്, ശബ്ദം കേൾക്കാൻ ഒരു സൗണ്ട് ഡ്രം എന്നിവ കാണാം. ഒരു റീൽ പ്രവർത്തിക്കുന്നത് ഫിലിം പതിയെ ഗേറ്റിലൂടെയും സൗണ്ട് ഡ്രമ്മിലൂടെയും കടത്തിവിടാനാണ്. ഗേറ്റ് പ്രവർത്തിക്കുന്നത് കടന്നുവരുന്ന പ്രകാശം ഉപയോഗിച്ച് ഫിലിമിലെ ഫ്രെയിമുകൾ സ്ക്രീനിൽ കാണിക്കുവാനാണ്. സൗണ്ട് ഡ്രമ്മിൻ്റെ സഹായത്തോടുകൂടി ഫിലിമിലെ സൗണ്ട് ട്രാക്ക് ശബ്ദമാക്കി മാറ്റുന്നു. മറ്റൊരു റീൽ പ്രവർത്തിക്കുന്നത് ഈ ഭാഗങ്ങളിലൂടെ കടന്നുവരുന്ന ഫിലിം തിരികെ ശേഖരിച്ചു വയ്ക്കാനാണ്. സെല്ലുലോസ് നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ഫിലിം റീലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് പെട്ടെന്ന് തീ കത്തിപ്പിടിക്കാനുള്ള സ്വഭാവം ഉള്ളതിനാൽ എപ്പോഴും പ്രൊജക്ഷനിസ്റ്റിൻ്റെ ശ്രദ്ധ അതിൽ വേണമായിരുന്നു. 1988 പുറത്തിറങ്ങിയ സിനിമാ പാരഡിസോ എന്ന സിനിമയിൽ വളരെ വ്യക്തമായി നമുക്കത് കാണാം. കാർബൺ ആർക്ക് ലാമ്പ് വൈദ്യുതി ഉപയോഗിച്ചുള്ള ഒരുതരം ലാമ്പ് തന്നെയാണ്. രണ്ട് കാർബൺ റോഡിൻ്റെ അറ്റങ്ങൾ കൂട്ടിമുട്ടിയാണ് പ്രകാശം പുറപ്പെടുന്നത്. സഹിക്കാനാകുന്ന അത്രമാത്രം ചൂടാണ് പുറപ്പെടുന്നതെങ്കിലും 1-2 മണിക്കൂർ ഈ ചൂട് സഹിക്കുക അസഹനീയമാണ്. പ്രകാശം കൂടിയും കുറഞ്ഞും അഥവാ പ്രകാശത്തിൻ്റെ അളവ് മാറി വരുന്നതിനാലും സിനിമ കാണുന്ന പ്രേക്ഷകരുടെ ആസ്വാദനത്തെ ഇവ ബാധിച്ചേക്കാം.
ചില തിയേറ്ററുകളിൽ പിന്നീട് സെനോണും മെറ്റൽ ഹാലൈഡ് ലാമ്പും ഉപയോഗിച്ചു. ആദ്യത്തെ 10-15 ഷോകൾക്ക് ശേഷം ഫിലിമുകൾ നശിക്കുന്നത് ഒരു സാധാരണ കാഴ്ചയായി മാറി. ഫിലിമിൽ പൊടിപടലങ്ങൾ പറ്റിപ്പിടിക്കുന്നതും ചില ഭാഗങ്ങൾ ഫ്രെയിമിൽ നിന്നും സൂക്ഷ്മമായി മാഞ്ഞു പോകുകയും ചെയ്യുമായിരുന്നു. ഇപ്പോഴും ചില കോപ്പികളിൽ നമുക്കത് കാണാം. പണ്ടത്തെ പോലല്ലല്ലോ ഇപ്പോൾ ഒരുപാട് ടെക്നോളജികൾ വളർന്ന് കാലഘട്ടങ്ങൾ മാറി അതിൻ്റേതായ ഒരുപാട് അപ്ഡേഷനുകൾ നമ്മുടെ ഫിലിം മേഖലകളെ എല്ലാ മേഖലകളിലും വന്നല്ലോ. 2010 ഡിജിറ്റലായിപ്പോൾ ഡിജിറ്റലിലേക്ക് മാറി നമ്മൾ. ഡിജിറ്റൽ ഫോർമാറ്റിൽ നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രമാണ് മൂന്നാമതൊരാൾ. സാറ്റലൈറ്റ് വഴി ഡിജിറ്റലായി തന്നെയായിരുന്നു തിയേറ്ററുകളിൽ വിതരണവും. ഈ ഫിലിമിൻ്റെ ഒക്കെ പ്രൊജക്ഷൻ റൂം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടാണ്. ഇന്നത് ഡിജിറ്റലായി AC ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പുതിയ കാല പ്രൊജക്ടറിലും ചൂടുണ്ട്. അത് നിയന്ത്രിക്കാൻ വേണ്ടി കൂടിയാണ് AC ഉപയോഗിക്കുന്നത്. പ്രൊജക്ഷൻ റൂമിൽ നമുക്ക് 2 പ്രൊജക്ടറുകൾ കാണാം. അതിലൊരു പ്രൊജക്ടറിൻ്റെ പ്രൊജക്ഷൻ ക്വാളിറ്റി മറ്റേതിനെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനായുള്ള വൈദ്യുതി ചിലവും കുറവായിരിക്കും. തിരക്ക് കുറവുള്ള ദിവസങ്ങളിൽ വൈദ്യുതി ചിലവ് കുറഞ്ഞ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്. 3D 4K പോലെയുള്ള പ്രിന്റുകൾ ഈ പ്രൊജക്ടറിൽ പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല. കൂടെയുള്ള വലിയ പ്രൊജക്ടറിലാണ് 3D 4K പോലെയുള്ള പ്രിന്റുകൾ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത്. 4K പ്രൊജക്ടറുകൾക്ക് 75 ലക്ഷം രൂപ മുതൽ വില വരുന്നുണ്ട്. സിനിമ പ്രദർശിപ്പിക്കാനുള്ള സൗണ്ടിൻ്റെ ആംപ്ലിഫയർ പ്രൊജക്ഷൻ റൂമിൽ കാണാൻ സാധിക്കുന്നതാണ്. ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനത്തിനായി ഒരു UPSഉം ബാറ്ററിയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫിലിം പെട്ടി കൊണ്ടുവരിക എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. അതൊക്കെ ഫാൻസുകാരുടെ വലിയ ഒരു ആഘോഷത്തോടായിരുന്നു ഈ ഫിലിം പെട്ടി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. മുൻകാലങ്ങളിൽ ഫിലിം തിയേറ്ററുകളിൽ എത്തിക്കാറായിരുന്നു പതിവ്. ഇപ്പോൾ അവയൊക്കെ ഡിജിറ്റൽ രൂപത്തിൽ ഹാർഡ് ഡിസ്കിൽ തിയേറ്ററുകളിൽ ലഭിക്കും. അത് പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ കോപ്പി ചെയ്യാം. ഒരു സമയത്ത് 3 സിനിമകൾ വരെ പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ സേവ് ചെയ്യാം. സിനിമാ മേഖല പിന്നെയും ഒരുപാട് മെച്ചപ്പെട്ടു. കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് മാറ്റങ്ങൾ വന്നു. ഷൂട്ട് ചെയ്യുന്ന ഫ്രെയിം റേറ്റ് 24-ൽ നിന്നും 60-ലേക്കും 120-ലേക്കും 240-ലേക്കുമൊക്കെ വളർന്നു. 2019-ൽ പുറത്തിറങ്ങിയ ജെമിനി മാൻ എന്ന ചിത്രം 120 FPS-ലായിരുന്നു ചിത്രീകരിച്ചത്. 120 FPS-ലാണ് ചിത്രീകരിച്ചതെങ്കിലും സിനിമ 60 FPS-ലായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. സിനിമ ഇന്നും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിലിം ക്യാമറയിൽ ചിത്രീകരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്റ്റഫർ നോളനെ പോലെയുള്ള ഡയറക്ടേഴ്സ് ഇന്നുമുണ്ട്. 2023-ൽ പുറത്തിറങ്ങിയ ഒപ്പൻഹൈമർ എന്ന ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത സിനിമയും ഫിലിമിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രായക്കാരും ദേശക്കാരും ഇന്നും ഒരുപോലെ സിനിമ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു.